ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പതിവിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് പഠിക്കുകയാണ്. നീറ്റിന് വേണ്ടിയും ജെഇക്ക് വേണ്ടിയും അതുപോലെ തന്നെ കീമിന് വേണ്ടിയും പഠിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. നമ്മുടെ ലാസ്റ്റ് മോഷനിലെ മോഷൻ ഓഫ് ബോഡി ഇൻ എ ലിഫ്റ്റ്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പം തുടങ്ങാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മോഷൻ ഓഫ് ബോഡി ഇൻ എ ലിഫ്റ്റ്. മോഷൻ ഓഫ് ബോഡി ഇൻ ലിഫ്റ്റ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. ഇൻ ലിഫ്റ്റ്. അപ്പോൾ ലിഫ്റ്റിലൂടെ ബോഡിയുടെ മോഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്കൊരു ബോഡിയുടെ പടം വരയ്ക്കാം. ഒരു ബോഡി ഇരിക്കുകയാണ്. ഇതൊരു ലിഫ്റ്റിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. സോ ലിഫ്റ്റിൻ്റെ അകത്താണ് ഈ ഒരു ബോഡി ഇരിക്കുന്നത്. ലിഫ്റ്റ് ഹാങ് ചെയ്തിരിക്കുകയാണ്. ഈ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് സ്മാൾ എം ആണ്. അപ്പം ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്വന്തം വെയിറ്റ് അത് വെർട്ടിക്കലി ഡൗൺവേർഡായിട്ട് mg ആക്ട് ചെയ്യും. അതാണ് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. സോ വി നോ ദാറ്റ് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ ബോഡി ഇരിക്കുന്ന സർഫസ് വെർട്ടിക്കലായിട്ട് മുകളിലോട്ടൊരു ഫോഴ്സ് കൊടുക്കും. ആ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് നോർമൽ റിയാക്ഷൻ എന്നറിയപ്പെടുന്നത്. നോർമൽ റിയാക്ഷൻ. സോ നോർമൽ റിയാക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ബോഡി ഇരിക്കുന്ന സർഫസിന് നോർമലായിട്ട്. ഇപ്പോൾ നോർമൽ റിയാക്ഷൻ മുകളിലോട്ട്. സോ നമ്മളൊരു മോഷൻ ഓഫ് ബോഡി ഇൻ എ ലിഫ്റ്റ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നോർമൽ റിയാക്ഷൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഫീൽ ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത്. mg ആണ് എന്തെന്ന് പറയുന്നത് ആക്ച്വൽ വെയിറ്റ് എന്ന് പറയുന്നത്. mg എന്ന് പറയുന്നത് ആക്ച്വൽ വെയിറ്റ് ആണ് mg എന്നറിയപ്പെടുന്നത്. mg എന്ന് പറയുന്നത് ബോഡിയുടെ ആക്ച്വൽ വെയിറ്റ്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഒരു കേസ് എന്ന് പറയുന്നത് ലിഫ്റ്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിലോ അല്ലെങ്കിൽ ലിഫ്റ്റ് എന്ന് പറയുന്നത് മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ മീൻസ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് യൂണിഫോം വെലോസിറ്റിയോടെ മൂവ് ചെയ്യുകയാണ്. മൂവ് ചെയ്യുകയാണ്. സോ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. അവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ലിഫ്റ്റ് മുകളിലോട്ട് പോകുന്നതായിട്ട് എടുക്കാം. അപ്പോൾ ഒരു ബോഡി ഞാൻ വരയ്ക്കുകയാണ് പടം. ഇതിൻ്റെ അകത്ത് ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ മാസ് m ആണ്. mg താഴോട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ അപ്വേർഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ബോഡി ലിഫ്റ്റ് മുകളിലോട്ട് പോകുന്നതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിളിന് ആക്സിലറേഷനോടെയാണ് മുകളിലോട്ട് പോകുന്നത് എടുത്തു. ആക്സിലറേഷനോടെയാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് ഉള്ളത് ആ ഡയറക്ഷനിലെ ഫോഴ്സ് ആയിരിക്കും വലുതെന്ന് പറയുന്നത്. ഇപ്പോൾ മുകളിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ നോർമൽ റിയാക്ഷൻ ആയിരിക്കും വലുതെന്ന് പറയുന്നത് വെൻ കമ്പയർഡ് ടു mg. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും ഒരു ഫോഴ്സ് കിട്ടുമല്ലോ. ആ ഫോഴ്സിൻ്റെ സഹായത്തോടെയാണ് മാസുള്ള ബോഡി മുകളിലോട്ട് പോകുന്നത്. സോ മുകളിലോട്ടെന്ന് പറയുന്നത് ആറുണ്ട്. ആറാണ് കൂടുതൽ. സോ r മൈനസ് mg ഈസ് ഈക്വൽ ടു മാസുള്ള ബോഡി മുകളിലോട്ട് ആക്സിലറേഷനോടെ പോകുന്നത്. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ r ഈസ് ഈക്വൽ ടു m ഇൻറ്റു g പ്ലസ് എന്ന് കിട്ടും. r ഈസ് ഈക്വൽ ടു m ഇൻറ്റു g പ്ലസ് എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ r ഈസ് ഈക്വൽ ടു m ഇൻറ്റു g പ്ലസ് a. ഇതാണ് ബോഡി മുകളിലോട്ട് ആക്സിലറേഷനോടെ പോയാൽ. ഇവിടെ ഇപ്പോൾ ആക്സിലറേഷൻ 0 ആണെങ്കിൽ r ഇസ് ഈക്വൽ ടു mg കിട്ടും. അതായത് അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അതായത് നമുക്ക് അതിൻ്റെ അകത്തുള്ള പേഴ്സണ് ഒരു വെയിറ്റിൽ ഒരു ചേഞ്ചും വരുന്നില്ല. ആക്ച്വൽ അയാൾക്ക് എത്ര വെയിറ്റ് ആണുള്ളത് അത്ര തന്നെ ഫീൽ ചെയ്യും. ഇനി ഡൗൺവേർഡാണ് പോകുന്നതെങ്കിൽ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇപ്പം ബോഡി എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ് പോകുന്നത് വിചാരിച്ചു. ബോഡി ആക്സിലറേഷനോടെ ഡൗൺവേർഡ് ആണ് പോകുന്നത് വിചാരിച്ചു. ആക്സിലറേഷനോടെ ഡൗൺവേർഡ് പോകുമ്പോൾ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന താഴത്തെ ഫോഴ്സ് ആയിരിക്കും വലുതെന്ന് പറയുന്നത്. അപ്പോൾ mg മൈനസ് r ആണ് എന്തെന്ന് പറയുന്നത് ma എന്ന് പറയുന്നത്. സോ r ഈസ് ഈക്വൽ ടു മുകളിലോട്ടോ m ഇൻറ്റു g പ്ലസ് ചെയ്യും. ഇവിടെ r ഈസ് ഈക്വൽ ടു m ഇൻറ്റു g മൈനസ് a ആണ്. ഇവിടെ ഇപ്പോൾ ആക്സിലറേഷൻ 0 ആണെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ ആക്സിലറേഷൻ 0 ആണെങ്കിൽ എന്താണ്? ഇവിടെ ആക്സിലറേഷൻ 0 ആണെങ്കിൽ mg തന്നെ വരും. അതായത്
മുകളിലോട്ടോ താഴോട്ടോ പോയാലും അവിടെ ആക്സിലറേഷൻ 0 ആണെങ്കിൽ ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ബോഡി റെസ്റ്റിലായിരുന്നാലും മതി, ബോഡിയല്ല ലിഫ്റ്റ്. അപ്പോൾ മുകളിലോട്ടോ താഴോട്ടോ ലിഫ്റ്റ് യൂണിഫോം ആക്സിലറേഷനോട് പോയാൽ അവിടെ ബോഡിക്ക് എക്സ്പീരിയൻസ്, യൂണിഫോം ആക്സിലറേഷനല്ല, യൂണിഫോം വെലോസിറ്റിയോടെ ബോഡി മൂവ് ചെയ്താൽ അവിടെ ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത്, അതായത് അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ച്വൽ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഇനി അഥവാ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 2 കൺസെപ്റ്റ് പഠിച്ചായിരുന്നു. ബോഡി മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് m = mg+ma എന്ന് കിട്ടും. അപ്വേർഡാണ് പോകണമെങ്കിൽ r m × g+a, mg+ma എന്ന് കിട്ടും. സോ mg എന്നാണ് ആക്ച്വൽ വെയിറ്റ് എന്ന് നമുക്കറിയാം. mg ആക്ച്വൽ വെയിറ്റ് എന്നറിയാം. അതുപോലെ തന്നെ ma എന്ന് പറയുന്നത് അഡീഷണൽ കുറച്ച് വെയിറ്റും കൂടെ കിട്ടിയതാണ്. അപ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ്, അതായത് നമുക്ക് ഫീൽ ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ വെയിറ്റിനെ കാട്ടി ma കൂടുതലായിരിക്കും. ഇനി താഴോട്ടാണ്, അതായത് ഡൗൺവേർഡാണ് ബോഡി മൂവ് ചെയ്യണമെങ്കിൽ r mg-ma ആണ്. അതായത് ആക്ച്വൽ വെയിറ്റ് ഇന്ന് ബോഡിക്ക് ma കുറവാണ്. സോ അപ്പാരൻറ്റ് വെയിറ്റ്, അതായത് ബോഡിക്ക് ഫീൽ ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ വെയിറ്റിനെ കാട്ടി ma കുറവാണ്. അപ്പം ബോഡി അപ്വേർഡ് പോകുമ്പോൾ വെയിറ്റ് എന്ന് പറയുന്ന ബോഡിക്ക് കൂടിയ പോലെ തോന്നും, ഡൗൺവേർഡ് വരുമ്പം വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നും. ഇനി അപ്വേർഡും ഡൗൺവേർഡും എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റിയോടെയാണ് പോകുന്നതെങ്കിൽ അയാളുടെ ആക്ച്വൽ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പാരൻറ്റ് വെയിറ്റ് തമ്മിലൊരു വ്യത്യാസമില്ല. അല്ലെങ്കിൽ ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി ബോഡി എന്ന് പറയുന്നത് ഫ്രീ ഫാൾ ചെയ്യണം. അപ്പം ബോഡി താഴോട്ടാണ് വരുന്നതെങ്കിൽ r m × g-a ആണെന്ന് അറിയാൽ. അപ്പോൾ r m × g-a. സോ ഫ്രീ ഫാളിൻ്റെ കേസിലാണെങ്കിൽ ബോഡിക്കുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും, g ആയിരിക്കും. അപ്പോൾ ഈ ഒരു എയുടെ സ്ഥാനത്ത് നമ്മൾ g എടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? r 0 എന്ന് കിട്ടും. അതായത് എനിക്ക് അപ്പാരൻറ്റ് വെയിറ്റ് 0, അതായത് എനിക്ക് ഫീൽ ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് എനിക്ക് വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് മോഷൻ ഓഫ് ബോഡി ഇൻ എ ലിഫ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റ് പഠിക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് മങ്കി ക്ലൈംബിങ് ഇൻ റോപ്പ്. അപ്പോൾ മങ്കി ഒരു റോപ്പിൽ ക്ലൈംബ് ചെയ്യുകയാണ്. അപ്പോൾ റോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ത്രെഡ് പോലത്തെ ഒരു സംഭവം. അപ്പം അതിലൊരു ടെൻഷൻ അനുഭവപ്പെടും. ആ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ് അനുഭവപ്പെടുന്നത്. അപ്പം മങ്കി ആക്സിലറേഷനോടെ മുകളിലോട്ട് പോകുമ്പോൾ ആ ഒരു സ്ട്രിങ്ങിൻ്റെ അല്ലെങ്കിൽ റോപ്പിൻ്റെ ടെൻഷൻ എന്ത് സംഭവിക്കും? അത് മങ്കി ആക്സിലറേഷനോടെ താഴോട്ട് വരുമ്പം അതിൻ്റെ ആ ടെൻഷൻ എന്ത് സംഭവിക്കും? മങ്കി യൂണിഫോം വെലോസിറ്റിയോടെ മുകളിലോട്ടോ താഴോട്ടോ പോകുമ്പോൾ അതിൻ്റെ ആ ടെൻഷൻ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. സോ നമുക്ക് മറ്റ് ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചല്ലോ, ഈ ലിഫ്റ്റിൻ്റെ മോഷൻ. അപ്പം അത് പഠിച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം മങ്കി എന്ന് പറയുന്നത് മുകളിലോട്ടും താഴോട്ടും യൂണിഫോം വെലോസിറ്റിയോടെയാണ് പോകുന്നത്. യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലോ അല്ലെങ്കിൽ മങ്കി ത്രെഡിൽ റോപ്പിൽ കയറിയിരുന്നിട്ട് റെസ്റ്റിലിരിക്കുകയാണെങ്കിലോ ആ റോപ്പിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് മങ്കിയുടെ വെയിറ്റിന് ഈക്വലാണ്. ഇനി അഥവാ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ വിത്ത് ആൻ ആക്സിലറേഷൻ a ആണെങ്കിൽ ആ റോപ്പിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് m മീൻസ് മാസ് ഓഫ് മങ്കി പ്ലസ് g+a, m × g+a. ഇനി മങ്കി a ആക്സിലറേഷനോടെ ഡൗൺവേർഡാണ് വരുന്നതെങ്കിൽ അവിടെ അതിന് അനുഭവപ്പെടുന്ന ടെൻഷൻ എന്ന് പറയുന്നത് t m × g-a ആണ്. സോ ഇതാണ് മങ്കി ക്ലൈംബിങ് ഇൻ എ റോപ്പിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അടുത്തൊരു കൺസെപ്റ്റ് പഠിക്കാം, ടെൻഷൻ ഓഫ് എ സ്ട്രിങ് ഇൻ ആൻ ആക്സിലറേറ്റഡ് കാർ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ടെൻഷൻ ഓഫ് സ്ട്രിങ് മീൻസ് അതറിയാലേ, സ്ട്രിങ് ഇൻ എ ആക്സിലറേറ്റഡ് കാർ. അതായത് എ ആക്സിലറേഷനോട് പോകുന്ന ഒരു കാറിൻ്റെ അകത്ത് ഒരു സ്ട്രിങ് ഹാങ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അതിന് അനുഭവപ്പെടുന്ന ടെൻഷൻ, അതാണ് അടുത്ത പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം.
ഇതാണ് നമ്മുടെ ഒരു കാറെന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മുടെ കാറെന്ന് വിചാരിച്ചോ. നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത് ആദ്യം ഈ ഒരു പൊസിഷനിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. ഈ കാറ് എ ആക്സിലറേഷനോടെ മുന്നിലോട്ട് പോവുകയാണ്. സോ എന്താണ് എ ആക്സിലറേഷനോ മുന്നിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു കാറിലോട്ട് മുന്നിലോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലുള്ള കണ്ണാടിയിലൊക്കെ നമ്മളൊരു എന്തെങ്കിലും തൂക്കിയിട്ട കാറ് മുമ്പിലോട്ട് പോകുമ്പോൾ അത് നമ്മുടെ അടുത്തോട്ട് വരുന്നതാണ്. അതായത് കാറ് പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ്. അതിന് റീസൺ എന്ന് പറയുന്നത് കാറ് മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന എന്താണ്, കാറ് മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. മുന്നിലോട്ട് ഈ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ അപ്പം ഈ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇങ്ങോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബോബിൻ്റെ മാസ് എം ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എം ജി എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡാണ് ആൾവേസ് എന്ന് പറയുന്നത്. ഇനി ഈ ത്രെഡിന് ഒരു ടെൻഷൻ കാണും. ആ ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, എലോങ് ദി സ്ട്രിങ് ആയിരിക്കും. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുകയാണ്. അതായത് ഈ സ്ട്രിങ് വെർട്ടിക്കലുമായിട്ടുണ്ടാകുന്ന ആംഗിൾ. സോ ഇതിന് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും, ഇതിന് രണ്ട് കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് കമ്പോണൻ്റാണ് മെയിൻലി കിട്ടുന്നത്. നമുക്ക് ആ കമ്പോണൻ്റ് ഒന്ന് നോക്കാം. ഇതെന്ന് പറയുന്നതാണ്, ഇത് തീറ്റ ആണെങ്കിൽ ഈ ഒരു ആംഗിളും തീറ്റ ആയിരിക്കും, ആൾട്ടർനേറ്റ് ആംഗിൾ. സോ ദിസ് വിൽ ബിക്കം ടി കോസ് തീറ്റ ആൻഡ് ദിസ് വിൽ ബിക്കം ടി സൈൻ തീറ്റ. സോ ബോഡി കാർ എ ആക്സിലറേഷനിലൂടെ മുന്നിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ബോബ് ബാക്ക് സൈഡിലോട്ട് പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ബോബിന് ഈ കാർ ആക്സിലറേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റായി ഒരു സീഡ് ഓഫ് ഫോഴ്സ് അനുഭവപ്പെടും. ആ സീഡ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ബോബിൻ്റെ മാസ് ഇൻറ്റു ആ കാറ് മുന്നിലോട്ട് പോയ ആക്സിലറേഷൻ്റെ പ്രോഡക്റ്റാണ്. അതായത് ഇത്രയാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ റിസോൾവ് ചെയ്ത കമ്പോണൻസ് എന്ന് പറയുന്നത്, ഫോഴ്സും ടെൻഷനും എല്ലാം റിസോൾവ് ചെയ്ത കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ റിസോൾവ് ചെയ്യാണ്. അപ്പം ടി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് കിട്ടും, ടി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിളല്ല ഫോഴ്സ് എന്ന് പറയുന്നത് എം എ. അപ്പോൾ ടി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എം എ and T cos theta is equal to mg. So when I divide the equation number 1 by equation number 2, അപ്പോൾ എനിക്ക് ഇക്വേഷൻ നമ്പർ 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് tan theta is equal to a by g എന്ന് കിട്ടും. ഇപ്പോൾ എൻ്റെ അടുത്ത് ആംഗിൾ ചോദിച്ചു. So when someone asked to find the angle which is made by the string with the vertical, so the angle is theta is equal to tan inverse, അതായത് ഇൻവേഴ്സ് ഓഫ് എ ബൈ ജി. സോ ഈ ആംഗിളിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്താണ്, അപ്പം ഒരു ബോബ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആദ്യം. ഇനിഷ്യലി കാറ് മുന്നിലോട്ട് ആക്സിലറേഷൻ പോവുമായിരുന്നു. അപ്പോൾ ഇത് പിറകിലോട്ട് വന്നു. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്, ഈ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുക തീറ്റ ചോദിച്ചാൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആക്സിലറേഷൻ ബൈ ജി. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ചോദിച്ചിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്തൊരു സെക്ഷനിൽ നമ്മൾ പുള്ളിയുടെ കൺസെപ്റ്റ് പഠിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.